الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് ദീനുൽ ഇസ്ലാമിനെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം, അഥവാ ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിന് ശേഷം ഇന്ന് വരെയും ലോകത്ത് നടന്നിട്ടില്ലാത്ത അപകടകരമായ ചില രീതികളാണ് മുസ്ലിം ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ കരുതലോടുകൂടി സൂക്ഷ്മമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പൂർവികന്മാരായ മുർസലീങ്ങളുടെ കാലഘട്ടത്തിൽ എന്താണോ അതാത് കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഉപേക്ഷിച്ച മുസ്ലിമീങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്, അതിനേക്കാൾ ഭയാനകമായ പലതും അനുഭവിക്കാനിരിക്കുന്നു ഈ ലോകത്ത്. നമുക്ക് ചരിത്രമറിയാം, നാം പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോകത്ത് ശിർക്കുണ്ടാകുന്നത് നൂഹ് നബി അഭിമുഖീകരിച്ച സമൂഹമാണ്. ആ സമൂഹമാവട്ടെ ക്ലിയറായിട്ട് മുസ്ലിമീങ്ങളുമാണ്. ആദം, ഷീസ്, ഇദ്രീസ് ശരീഅത്തനുസരിച്ച് മുസ്ലിമായി ജീവിക്കുന്ന ഒരു സമൂഹം, അവര് വേറെ മ്ലേച്ഛതകളിലേക്കോ ദൂഷ്യങ്ങളിലേക്കോ ഒന്നും കടക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. കാരണം ഭൂലോകത്ത് മനുഷ്യൻ ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ, ലോകത്ത് ചരിത്രത്തിൽ അള്ളാഹുവിനെ വെറുപ്പിക്കാൻ മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടായ ആദ്യത്തെ സംഭവം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ 5 ജാറങ്ങളുമായിട്ടുള്ള ബന്ധമായിരുന്നു. അത് സൂറത്ത് നൂഹിൽ വളരെ വിശദമായി അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ
വേറെ ഒരു ദൂഷ്യവും ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ചെയ്തതായിട്ട് രേഖകളിൽ കാണുന്നില്ല, പ്രമാണങ്ങളിൽ കാണുന്നില്ല. അവർ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നു. കൃത്യമായി ആദമി ശരീഅത്തനുസരിച്ച് വളരെ ശക്തമായി ജീവിക്കുന്നവരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒട്ടനവധി ഉലമാക്കൾ ഉണ്ടായിരുന്നു, വലിയ വലിയ മശായിഖുകൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഉസ്താദ് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബോധി പഠിച്ച മഹാപണ്ഡിതന്മാരായിരുന്നു അന്ന് ഇറാഖിലെ മുസ്ലിമീങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന സമൂഹം. അതിൽ പ്രഗത്ഭന്മാരാണ് വദ്, സുവാഅ് മുതലായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിശദീകരിച്ചു തന്ന മഹാന്മാര്. അവരെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് തന്നെ ഹൗലായി അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ് എന്നാണ്. ഈ 5 പേര് മരിച്ചപ്പോൾ അവരുടെ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യത്തെ ദൂഷ്യങ്ങൾ നടക്കുന്നത്. അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന, വെറുപ്പിക്കുന്ന, അള്ളാഹുവിനെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുന്ന ജോലി മുസ്ലിം ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നത് നൂഹ് നബിന്റെ തൊട്ടു മുമ്പുള്ള കൗമ് 5 മഹാന്മാരായ ഔലിയാക്കൾക്ക് ഇറാഖിലെ പൊതു ഖബർസ്ഥാനിൽ ജാറങ്ങൾ ഉണ്ടാക്കി ആ ജാറത്തിന്റെ ജാഹു ബറക്കത്ത് കൊണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടാനുള്ള പരിശ്രമം അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫഅർസലല്ലാഹു ഇലൈഹിം നൂഹൻ റസൂല. അത് തിരുത്താനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു റസൂലാക്കി നിയോഗിച്ചത്. ഇത് നാം വളരെ കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. നാമാണ് നൂഹിനെ റസൂലാക്കി നിയോഗിച്ചത് ആ സമൂഹത്തിലേക്ക്. എന്തിനാണ് നൂഹിനെ നാം റസൂലാക്കി നിയോഗിച്ചത്? ആദ്യത്തെ റസൂല. ഇതിനു മുമ്പ് റസൂൽ ആവശ്യമായി വന്നില്ല. കാരണം ഇതിനു മുമ്പ് ഖബറുമായി, ജാറങ്ങളുമായി, മരിച്ചുപോയവരുമായി, സാലിഹീങ്ങളുമായി, ജിന്നുകളുമായി, മലക്കുകളുമായി അങ്ങനെ ബന്ധമുള്ളവരുണ്ടായിരുന്നില്ല. അവരെല്ലാറ്റിനും ഏതിനും എന്തിനും അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്നവരായിരുന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് വന്നതിന് ശേഷം നുബുവത്തും കൂടി കിട്ടിയപ്പോൾ അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് മക്കളോട്. ആദ്യം ഭാര്യയോട് സംസാരിച്ചു. മക്കൾ ഉണ്ടാകുന്ന മുറക്ക്, മക്കൾക്ക് പ്രായമാകുന്ന മുറക്ക് അല്ലാഹു തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗലോകത്ത് വെച്ച് കൊടുത്ത സന്ദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു മക്കൾക്ക്. അങ്ങനെ ആ മക്കൾ കല്യാണം കഴിച്ച് അവരുടെ സന്താന പരമ്പരകൾ ഉണ്ടായി, പേരക്കുട്ടികൾ ഉണ്ടായി. ആദമിന് അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടായി. അവർക്കൊക്കെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത വിഷയങ്ങളായിരുന്നു അവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് വ്യതിചലിക്കുന്ന ജോലിയൊന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മഹാന്മാർ ഒരുപാട്, ഉദാഹരണത്തിന് ശീസ് നബിയും ഇദ്രീസ് നബിയും മഹാന്മാരാണ്, പ്രവാചകന്മാരാണ്, നബിമാരാണ്. ആദം നബി നബിയാണ്, ആകാശത്തു നിന്ന് വന്നതാണ്. അവർക്ക് വേണ്ടി ഒന്നും ഒരു ഖബറുണ്ടാക്കി ആ ഖബറിന്റെ അടുത്ത് പോയി ഇലാഹദ്റത്തി പറഞ്ഞ് ജാഹു ബർക്കത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിനെ സ്വാധീനിക്കുന്ന ഒരു ബണ്ടത്തരം ആ സമൂഹം ചെയ്തിട്ടില്ല. ആ വൃത്തികേട് ആ സമൂഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു റസൂൽ ആവശ്യമായി വന്നില്ല. അത് കഴിഞ്ഞിട്ട് 10 തലമുറ കുല്ലുഹും ഫിത്തൗഹീദ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താ? ആദമിന് ശേഷമുള്ള 10 തലമുറ പ്യൂർ തൗഹീദിലാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അയ്യുവഹിദല്ലാഹ ഫീ കുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർലാ മിനൽ അഖ്വാൽ വൽ അഫ്ആൽ അല്ലാഹിറ വൽ ബാത്തിന. ആന്തരികവും ബാഹ്യവുമായ വാക്കുകളാവട്ടെ, പ്രവൃത്തികളാവട്ടെ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട, അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അത് അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കുന്നതിന്റെ പേരാണ് തൗഹീദ്. അതിനെപ്പറ്റിയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ആ രീതിയിൽ ജീവിക്കുന്നവരായിരുന്നു 10 തലമുറ. 11ാമത്തെ തലമുറയിലാണ് വദ്, സുവാഅ് മുതലായ മഹാന്മാര് ജീവിക്കുന്നത്. ആ മഹാന്മാര് മരിച്ചപ്പോൾ അവരെ ഖബറുമായിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശൈത്താൻ വിജയിക്കുന്നത്. അവിടെയാണ് നൂഹ് നബിയെ റസൂലാക്കി നിയോഗിക്കേണ്ടി വരുന്നത്. പലപ്പോഴും നാം നമ്മുടെ ഉമ്മത്തോട് പറയാറുണ്ട്, ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ റിസാലത്ത് ആ സമൂഹത്തിലെ എന്ത് ദൂഷ്യം തിരുത്താൻ വേണ്ടിയിട്ടാണ്. പ്രമാണങ്ങളിലൂടെ ഏത് ദൂഷ്യത്തെ തിരുത്താനാണ് നൂഹ് നബി റസൂലായി വന്നത്. വല്ലാഹി, ജാറത്തിൽ പോയി ഇലാഹദ്റത്തി പറഞ്ഞ് ജാഹു ബർക്കത്ത് കൊണ്ട് അള്ളാഹനെ അടുപ്പിക്കാൻ മെനക്കെടുന്നവരെ തിരുത്താനല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ പ്രമാണം പറഞ്ഞതാ. മാ ഖാല അല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി പറഞ്ഞതാ. അള്ളാഹു അള്ളാന്റെ റസൂലോ നൂഹ് നബിന്റെ റിസാലത്തിന് കാരണമായി കൊണ്ട് ഇന്ന കാരണം വേറെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് ഇല്ല. ഒരു തെളിവ് ഹാജരാക്കാൻ കഴിയില്ല. എന്നിട്ടോ അള്ളാഹ് പറയുന്നത് വേദനാജനകമായ കടുകടുത്ത ശിക്ഷ പിടികൂടുന്നതിന് മുമ്പായി അവരോട് തിരുത്താൻ പറ. എന്താ തിരുത്തേണ്ടത്? ജാറത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറാൻ പറ. ഈ ഇലാഹദ്റത്തി നിർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ. അവര് കൂട്ടാക്കിയില്ല. അവര് നൂഹ് നബിയെ കല്ലെറിഞ്ഞു.
അവർ നൂഹ് നബിയെ മണ്ടനാക്കി, ഭ്രാന്തനാക്കി, മജ്നൂനാക്കി. അവർ നൂഹ് നബിയെ പട്ടിണിക്കിട്ടു. 950 കൊല്ലം മെനക്കെട്ടിട്ടും 70 ആളിൽ കൂടുതൽ കിട്ടിയില്ല. ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങൾ അന്ന് ജീവിക്കുന്നുണ്ട് ഇറാഖിൽ. പൊതു ഖബർസ്ഥാനുണ്ട് ഇറാഖിൽ. പള്ളികളും മദ്രസകളും ദർസുകളും ഉലമാക്കളും അതേപോലെ തന്നെ ആരിഫ്യങ്ങളും ആലിമ്യങ്ങളും ഔലിയാക്കളും എല്ലാം ഉണ്ട്. ആ കാലഘട്ടത്തില് എല്ലാം ഉണ്ട്. എന്നിട്ടും നൂഹ് നബിയെ അംഗീകരിക്കാൻ ഇവർ ഉലമാക്കൾ തയ്യാറായില്ല, പള്ളി ഇമാമിങ്ങൾ തയ്യാറായില്ല, മുദരിസുകൾ തയ്യാറായില്ല, ഖാദിമാര് തയ്യാറായില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കള്ളനാക്കി. കാരണം ജാറത്തിലൂടെ കിട്ടുന്ന വരുമാനം പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് എല്ലാ കാലഘട്ടത്തിലും. ഇത് തുടങ്ങുന്നേ ഉള്ളൂ കൂട്ടരെ. നിങ്ങൾ ചരിത്രം പഠിക്കരുതോ? വർത്തമാന കാലഘട്ടത്തിലെ നൂഹി കൗമിന്റെ പാരമ്പര്യത്തിൽ ഖുറൈശി സമൂഹം വരെയുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ അയവിറക്കിക്കൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജാറങ്ങളുമായി ബന്ധപ്പെട്ട പുരോഹിത വർഗത്തെ മാത്രം കേട്ടുകൊണ്ട് നാം കാര്യങ്ങളെ വിലയിരുത്തിക്കൂടാ. അതുകൊണ്ടാണ് അവര് അഹ്ലുസുന്നയെ കേൾക്കാൻ പാടില്ല, ഖുർആനും ഹദീസും കേൾക്കാൻ പാടില്ല, ഞങ്ങൾ പറഞ്ഞത് കേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തിനെ പൊട്ടന്മാരും പൊടയന്മാരുമാക്കി മാറ്റുന്നത്. ഇത് തിരിച്ചറിയാൻ ഈ ഉമ്മത്തിന് കഴിയണമെന്നാണ് നാം പറയുന്നത്. എന്നിട്ട് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുത്തത് അത്യുഗ്രമായ വെള്ളപ്പൊക്കം അല്ലേ? ചരിത്രത്തിൽ, ലോക മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി എതിരാളികളെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു ഉപയോഗിച്ചത് വെള്ളപ്പൊക്കമാണ്. അവരെ ഞാൻ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഉരുളുകൾ പൊട്ടി, മലകളും മറ്റും പൊട്ടി, യൂഫ്രട്ടീസിൽ നിന്നും ടൈഗ്രീസിൽ നിന്നും ഒഴുകിയ നിറഞ്ഞ വെള്ളം ഇറാഖിന്റെ പട്ടണങ്ങളെയും മുക്കി, എല്ലാറ്റിനെയും മുക്കി അവസാനം പർവ്വതങ്ങളിലെത്തി. നൂഹ് നബി ഉണ്ടാക്കി വെച്ച കപ്പൽ എവിടെയാണോ അവിടെ നിന്ന് വരെ എത്തിക്കൊള്ളും. കംപ്ലീറ്റ് ജാറങ്ങൾ തകിടുപൊടിയായി, എല്ലാ മശായിഹങ്ങളും ഒലിച്ചുപോയി. ജീവിച്ചിരിക്കുന്ന ശൈഖുനമാരും മൗലാനമാരും മുങ്ങിച്ചത്തു. അതേ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ മകനും മുങ്ങിച്ചത്തു, ഭാര്യയും മുങ്ങിച്ചത്തു. അല്ലേ? ഖുർആനല്ലേ? ഏതെങ്കിലും നോവലിസ്റ്റ് പറഞ്ഞതാണോ? ഏതെങ്കിലും ചരിത്രകാരന്മാര് നോവൽ എഴുതിയതാണോ? പുസ്തകം എഴുതിയതാണോ? പരിശുദ്ധ ഖുർആനല്ലേ ഈ കാര്യം? അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞതല്ലേ, ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു. ഈ ജാറത്തിൽ ഇലാഹദ്റത്തിയുമായിട്ട് പോകുന്നവരെ പറ്റി എന്നോട് മിണ്ടിപ്പോവാൻ പാടില്ലേ? ഇനി ഇന്നഹും മുഗ്റഖൂൻ, തീർച്ചയായും ഞാൻ അവരെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് കാലിയാക്കിയില്ലേ? ഈ ചരിത്രത്തിൽ നിന്നല്ലേ പിന്നീട് വരുന്ന ചരിത്രങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ നൂഹ് നബിന്റെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഭൂമി ശുദ്ധീകരണം നടത്തി മുസ്ലിമീങ്ങളും മുവഹിദുകളും മാത്രമുണ്ടായി. ശിർക്കോ കുഫ്രോ ലോകത്തന്നില്ല. കപ്പലിൽ നിന്ന് ഇറങ്ങിയവർ മുഴുവനും മുസ്ലിമീങ്ങളാണ്. അവരല്ലാത്ത വേറെ മനുഷ്യർ ഭൂഖണ്ഡങ്ങളിൽ എവിടെയും ഇല്ല. അന്ന് തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യൻ ജീവിക്കാനും തുടങ്ങിയിട്ടില്ല. നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ കപ്പലിൽ നിന്ന് ഇറങ്ങിയവർ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് താമസം മാറ്റിയപ്പോഴല്ലേ കൂട്ടരെ ഭൂഖണ്ഡങ്ങളിൽ മനുഷ്യനുണ്ടാകാൻ തുടങ്ങിയത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായാലത്തെ, അമേരിക്കൻ ഭൂഖണ്ഡത്തിലാവട്ടെ, ഏഷ്യ ഭൂഖണ്ഡത്തിലാവട്ടെ, യൂറോപ്പ് ഭൂഖണ്ഡത്തിലാവട്ടെ, ഇവിടെ എല്ലാം മനുഷ്യരുണ്ടാകാൻ തുടങ്ങിയത് നൂഹ് നബിന്റെ കപ്പലിൽ നിന്ന് ഇറങ്ങിയ സമൂഹം പിന്നീട് പെറ്റുപെരുകിയതുകൊണ്ടല്ലേ. നൂഹ് നബിന്റെ കപ്പലിൽ നിന്ന് ഇറങ്ങിയ 70 പേരല്ലാതെ അന്ന് ലോകത്ത് മനുഷ്യൻ എന്ന അഡ്രസ്സിന് വേറെ ആരെങ്കിലും ഉണ്ടോ? അത് 100% മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും. അതിൽ നിന്നാണല്ലോ പിന്നെ മനുഷ്യരുണ്ടാകുന്നത്. അതിനെപ്പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്. നൂഹ് നബിന്റെ മക്കളുമായിട്ട് ലോകത്ത് ഒരുപാട് സമൂഹമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പാകത്തിൽ അവർക്ക് ഏർപ്പാടുകൾ ഉണ്ടാക്കി കൊടുത്തു. കാരണം ജീവിച്ചിരിക്കുന്നത് മുസ്ലിമീങ്ങളാ. അവർ നൂഹ് നബിന്റെ റിസാലത്തിനെ പറ്റി അവർക്ക് സംസാരിച്ചു കൊടുത്തു. ഇദ്രീസ് നബിന്റെയും മറ്റേ ഇസീസ് നബിന്റെയും ഉപ്പുപ്പ ആദമിന്റെയും നുബുവത്തിനെ പറ്റി അവർക്ക് സംസാരിച്ചു കൊടുത്തു. അവർ അതനുസരിച്ച് ജീവിക്കാനും തുടങ്ങി. ആ തലമുറ മരിച്ചു തീർന്നപ്പോൾ, നൂഹ് നബിനെ കണ്ട ആ തലമുറ മരിച്ചു തീർന്നപ്പോൾ മൗലാനമാരും ശൈഖുനമാരും ഉടലെടുത്തു. അവര് വീണ്ടും ജാറങ്ങളിലേക്ക് മടങ്ങി. അവര് വീണ്ടും ജാറങ്ങൾ ഉണ്ടാക്കി. നൂഹ് നബിന്റെ സന്താന പരമ്പരകളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർക്ക് കബറുകൾ കെട്ടി അവരിലേക്ക് ഇലാഹദ്റത്തിയുമായിട്ട് മൗലാനമാരും ശൈഖുനമാരും വന്നപ്പോൾ അതിൽ നിന്ന് അധികാരത്തിന്റെയും പണത്തിന്റെയും ആൾക്കാരുണ്ടായി. ശീഇയ്യത്തിന്റെ അടിസ്ഥാനം തന്നെ അൽമാലു വൽ മുൽക്ക്. ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് അസ്സലഫിയ, മറ്റേത് അശ്ശീഇയ്യ. സലഫിയ്യത്തിന്റെ അടിസ്ഥാന പ്രമാണം അൽ ഈമാനു വൽ അഅമാൽ. ശീഇയ്യത്തിന്റെ അടിസ്ഥാന പ്രമാണം അൽ മാലു വൽ മുൽക്ക്. ശീഇയ്യത്ത് നിലനിൽക്കുന്നത് ഈമാനിനെയും അഅമാലിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഷീഇയ്യത്ത് നിലനിൽക്കുന്നത് അധികാരത്തെയും പണത്തെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. സലഫിയത്ത് നിലനിൽക്കുന്നത് അൽ ഈമാനു വൽ അഅമാൽ, ഈമാനെയും അഅമാലിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അത് വ്യക്തികാലം നിലനിൽക്കൂല. ഉദ്ധാരകന്മാരും പ്രവാചകന്മാരും മരിച്ചു തീരലോടുകൂടി വീണ്ടും പഴയതിലേക്ക് മടങ്ങും.
അതിൽ നിന്ന് അധികാരിവർഗം ഉണ്ടാകും. ഈ അധികാരിവർഗത്തെ സഹായിക്കുന്നത് ഈ പുരോഹിത വർഗമാണ്. പുരോഹിത വർഗം സാധാരണക്കാരന്റെ മനസ്സിനെ ആത്മീയവൽക്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ തുടങ്ങിയ ശൈത്താനിയത്താണ് ജാറങ്ങൾ. ആ ജാറങ്ങളെയും അനുയായികളെയും ഉപയോഗിച്ചിട്ടാണ് ഭരണകൂടം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നത്. അല്ലേ? നൂഹ് നബിന്റെ കുടുംബക്കാരായിരുന്നില്ലേ ആദും സമൂദും? ആദ് സമൂദ് സാമ്രാജ്യത്വ ശക്തികൾ നൂഹ് നബിന്റെ കപ്പൽ നിറങ്ങിയ കുടുംബത്തിലെ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യക്കാരായിരുന്നില്ലേ? അവരിലെ മൗലാനമാരും ശേഖുനമാരും വീണ്ടും ജാറവുമായി ബന്ധപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാക്കി ശിർക്കിലും കുഫറിലും ആകാൻ തുടങ്ങിയപ്പോഴല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചത്? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരം മെനക്കെട്ടിട്ട് ആളെ കിട്ടിയോ? മൗലാനമാരും ശേഖുനമാരും ഒന്നിച്ചല്ലേ ആൾക്കാർ കൂടിയത്? ജാറത്തിന്റെ ഒന്നിച്ചല്ലേ ആൾക്കാർ കൂടിയത്? ആത്മീയമായി, അതായത് എന്ത് തോന്നിയവാസം ചെയ്താലും ജാറത്തിൽ ചെന്നിട്ട് ആത്മീയ നിർവൃതി ഉണ്ടാക്കിയാൽ പരിഹാരമുണ്ടെന്ന് ഈ പുരോഹിതന്മാര് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ അതൊക്കെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബി അലൈഹി ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്ത് സഹിക്കാൻ പറ്റുന്നില്ല. അള്ളാഹുവെ എത്ര പറഞ്ഞിട്ട് ഇവര് ജാറം വിടാൻ തയ്യാറില്ല. അവര് മൗലാനമാരെ പിന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടിയെടുത്തു. ഇല്ലേ? ഫഅമ്മാ ആദുൻ ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ. കൊടുങ്കാറ്റ് ഉപയോഗിച്ചിട്ടല്ലേ അള്ളാഹു അവരെ കൈകാര്യം ചെയ്തത്? ജാറത്തിന്റെ ആൾക്കാർ മുഴുവനും നശിച്ച് മണ്ണടഞ്ഞില്ലേ? ഇതേപോലെ തന്നെ അല്ലേ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനം? സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് വൈലാ സമൂദ അഖാഹും സാലിഹ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമൂദിലേക്ക് നിയോഗിച്ചു. ഫഅമ്മാ സമൂദു ഫഉഹ്ലികു ബിത്വാഗിയ. അവരെയും നശിപ്പിച്ചു. അഞ്ചാറത്തിന്റെ ആൾക്കാരെയും അല്ലാഹു നശിപ്പിച്ചു, അത്യുഗ്രമായ ഭൂഗർഭത്തിൽ അകപ്പെടുത്തിയിട്ട്. എന്താണ് ചരിത്രം? അതോ തിരിച്ച് നബിമാരെ ശിക്ഷിക്കാനാണോ അല്ലാഹു തആല നടപ്പിലാക്കിയത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള തൂഫാൻ നബിമാരെ ശിക്ഷിക്കാൻ, നൂഹ് നബിനെയും മുസ്ലിങ്ങളെ ശിക്ഷിക്കാനാണോ? അതോ ജാറത്തിന്റെയും മൗലാനമാരെയും ശിക്ഷിക്കാനാണോ? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വന്ന ശിക്ഷ കൊടുങ്കാറ്റ്, അവിടുത്തെ നബിമാരെ ഹൂദ് നബിയെ ശിക്ഷിക്കാനാണോ? അതോ ഹൂദ് നബിന്റെ അനുയായികളായ ജാറത്തിന്റെ ആൾക്കാരെ ശിക്ഷിക്കാനാണോ? അതേപോലെ തന്നെ സമൂദിലേക്ക് വന്ന ഭൂകമ്പത്തിൽ ആകെ ഒലിച്ചു, കംപ്ലീറ്റ് ഉരുൾപൊട്ടി നശിച്ചു പോയി. ആരെ ശിക്ഷിക്കാനായിരുന്നു അത്? നൂഹ് നബിയെയും ഹൂദ് നബിയെയും ഹൂദ് നബിന്റെ അനുയായികളായ മുസ്ലിമീങ്ങളെയും തൗഹീദിന്റെ ആൾക്കാരെ ശിക്ഷിക്കാനാണോ അതോ ജാറത്തിന്റെ ആൾക്കാരെ ശിക്ഷിക്കാനാണോ? അത് കഴിഞ്ഞിട്ടാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ല, നമ്മൾ ഉപ്പന്മാര് പഠിപ്പിച്ചെന്ന ലാ ഇലാഹ ഇല്ലല്ലഹ് നിലനിൽക്കണം. നിങ്ങൾ ആവശ്യമില്ലാത്ത തോന്നിയവാസങ്ങളിൽ പോകാൻ പാടില്ല. അവര് ലൂത്ത് നബിനെ എതിർത്തില്ല. ലൂത്ത് നബിന്റെ ഭാര്യ അടക്കം അവരെയും കൈകാര്യം ചെയ്തു. അല്ലാഹു തആല കല്ലുകളെ കൊണ്ട്, തീജ്വാലകളുള്ള കല്ലുകളെ കൊണ്ട് എറിഞ്ഞിട്ട് അതുപോലെ ചവങ്ങളാക്കി മാറ്റി അല്ലാഹു തആല. ആരെ? ഹൂദ് നബിയെയോ ലൂത്ത് നബിയെയോ? അത് കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിലേക്ക് വരുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് ഏത് പാരമ്പര്യത്തിലാണ്? നൂഹി പാരമ്പര്യത്തിലാണോ അതോ ആദിന്റെയും ഇറമിന്റെയും പാരമ്പര്യത്തിലാണോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ ജീവിച്ച ജനങ്ങളോട് എന്താ സംസാരിച്ചത്? നിങ്ങളെ ഉപ്പുപ്പന്മാര് നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ ഇതര ശക്തികളെ ആത്മീയതയുണ്ടെന്നും പറഞ്ഞിട്ട് ആ വഴിക്ക് പോയത്? നിങ്ങളെ ഈ ഭരണകൂടം വഞ്ചിക്കുകയല്ലേ? ഭരണകൂടത്തിന്റെ കൊട്ടാരത്തിൽ അന്തിയുറങ്ങുന്ന പുരോഹിതന്മാര് സാധാരണക്കാരന്റെ മനസ്സിൽ ആത്മീയതയുണ്ടാക്കിയ ഔലിയാക്കന്മാരെ പറഞ്ഞ് പേടിപ്പിച്ച് കാശുണ്ടാക്കുകയല്ലേ? ആ കാശുണ്ടാക്കിയ സാധാരണക്കാരനെ വെച്ചിട്ടല്ലേ ഫിറഔൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു പോലെ നിങ്ങൾക്ക് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഒരു വിട്ടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്താ അള്ളാഹു ചെയ്തത്? മുസ്ലിങ്ങളെയും കൂട്ടിയിട്ട് നാട് വിട്ടോ, ബാക്കി ഞാൻ ആയിക്കോളാം. മുസ്ലിങ്ങളെയും കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രാജ്യം വിട്ടു. സിറിയയിലേക്ക് പോയി, ഷാമിലേക്ക് പോയി, ഫലസ്തീനിലേക്ക് പോയി. ഫിറഔനും പാർട്ടി അല്ലാഹു തആല മുക്കിക്കൊന്നു. വഅഗ്റഖ്നാ അല ഫിറഔൻ. അല്ലേ? ഒറ്റ മുസ്ലിം ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്? കംപ്ലീറ്റ് ജാറക്കാരല്ലേ? കംപ്ലീറ്റ് പാരമ്പര്യ മുസ്ലിങ്ങൾ. പ്രത്യേക മതക്കാരായിരുന്നോ? പ്രത്യേക ജാതിക്കാരായിരുന്നോ? എല്ലാം പാരമ്പര്യ മുസ്ലിമീങ്ങളായിരുന്നില്ലേ? ജാറങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ ബാത്തിലാക്കിയപ്പോൾ അവരെ മുശ്രിക്കുകളും കാഫിര്യങ്ങളും ആക്കിയില്ലേ അല്ലാഹു തആല? കംപ്ലീറ്റ് കാലിയാക്കി. മുസ്ലിങ്ങൾ മാത്രമാണ് ഇപ്പൊ നിലവിലുള്ളത്. അമ്മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് നൂഹിന് ബഹുമാനപ്പെട്ട മൂസാ നബിയും ഹാറൂൻ നബിയും പിന്നെ മരുഭൂമിയിൽ കറങ്ങാൻ, യതീഹൂന ഫിൽ അർളി 40 സന, 40 കൊല്ലം മരുഭൂമിയിൽ കറങ്ങണം. എന്നിട്ട് ബനു ഇസ്രായേൽ എന്തിനാണ് മുസ്ലിം ആയത്? അവര് തൗഹീദ് എത്രത്തോളം ക്ലിയർ ഉണ്ട്, എവിടെയെങ്കിലും ഒരു മീസാൻ കല്ല് കണ്ടാ പഴയതെല്ലാം മറക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാഹു തആല ഇവരെയും കൂട്ടിയിട്ട് മരുഭൂമിയിൽ കറങ്ങാൻ വേണ്ടി പറഞ്ഞത്? ഖുർആനല്ലേ? വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹ്റ എന്ന് പറയുന്നത് ഖുർആനല്ലേ? കടല് കടന്നിട്ട് അക്കരെ എത്തി ബഹുമാനപ്പെട്ട നൂഹ് നബിയും മൂസ നബിയും ഹാറൂൻ നബിയും
രണ്ട് ഉസ്താദുമാർ ആരാണ്? മൗലാനമാരെന്നല്ല, രണ്ട് നബിമാരല്ലേ, രണ്ട് റസൂലുകളല്ലേ, തൗറാത്തി എന്ന കിതാബിറക്കപ്പെട്ട പ്രവാചകനല്ലേ ഒന്നിച്ചുള്ളത്? ഇവരല്ലേ ഇവർക്ക് തർബിയത്തും കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്നത് അല്ലേ? ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അക്കരെ എത്തി, ബാക്കിയുള്ളവരെല്ലാം കടലിലെത്തിയപ്പോൾ അള്ളാഹു തആല അവരെ കൈകാര്യം ചെയ്തു, കടലിൽ മുക്കിക്കൊന്നു. ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകൂട്ടല്, ഉരുളുപൊട്ടലും മലയിടിയലും വെള്ളപ്പൊക്കവും തന്നെയല്ലേ ശത്രുക്കളെ നശിപ്പിക്കാൻ അള്ളാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ശത്രുക്കൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ? പാരമ്പര്യ മുസ്ലിമീങ്ങൾ, ജാറത്തിലേക്ക് പോയ മുസ്ലിമീങ്ങൾ. പാരമ്പര്യ മതക്കാരുമായിട്ട് എന്താണ് ഇതിനൊക്കെ ബന്ധം? നമ്മൾ കുഫറും ശിർക്കും പറയുമ്പോൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പറഞ്ഞിട്ട് സമാധാനിക്കുന്ന എന്തിനാ? അതൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ. ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ രണ്ടാമത്തെ വിഷയമല്ലേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചോളം ഹിന്ദുക്കളുടെ ചർച്ചയിലേ വരുന്നില്ല. അതൊക്കെ പാർശ്വഗുണങ്ങൾ മാത്രമാണ്. മുസ്ലിമീങ്ങൾ, പാരമ്പര്യ മുസ്ലിമീങ്ങളോട് ഈമാൻ പറയുമ്പോൾ ഏതെങ്കിലും ഹിന്ദു നമ്പൂരിയോ നായരോ അവിടുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഓനറ്റൊക്കെ പുരക്ക് പോയിരുന്നിട്ട് എനിക്ക് എന്റെ അല്ലാഹ് മതി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം ആവും. അല്ലെങ്കിൽ ആരും ചീട്ടൊന്നും വേണ്ട ഒരു ഹിന്ദു ഇസ്ലാമിലേക്ക് വരാൻ, ആരും ചീട്ട് വേണ്ട ഒരു ജൂതൻ ഇസ്ലാമിലേക്ക് വരാൻ, ഒരു ക്രിസ്ത്യാനി ഇസ്ലാമിലേക്ക് വരാൻ. മുസ്ലിമീങ്ങളെ മുസ്ലിമാക്കാനാണ് ചീട്ട് വേണ്ടത്, അതിനാണ് പാടുപെടേണ്ടത്. ഷഹാദത്ത് ബാത്തിലാക്കി പോയ ഒരു മുസ്ലിം, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വളരെ നിഷ്പക്ഷം വളരെ ശക്തമായി ചോദിക്കട്ടെ, ഇവിടുത്തെ ഹിന്ദുക്കൾ അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരാണോ? ആണോ? ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ലോകത്തുള്ള ക്രിസ്ത്യാനികൾ അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരാണോ? എന്താണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ? ഷഹാദത്ത് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ഉടമ്പടിയല്ലേ, അള്ളാഹുമായിട്ട് കരാർ ഏർപ്പെടുന്നതിനല്ലേ ഷഹാദത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? ആദ്യം അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടലല്ലേ. എന്താണ് അള്ളാഹിനോട് കരാർ പറഞ്ഞത്? അശ്ഹദു, അള്ളാഹുവെ ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. എന്താണ് ഞാൻ തെളിയിക്കുക? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. എന്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് അള്ളാഹുവെ നീ അല്ലാതെ വേറെ ഒരു തങ്ങളെയോ ഷെയ്ഖിനെയോ വലിയനെയോ നബിനെയോ റസൂലിനെയോ ജിന്നിനെയോ മലക്കിനെയോ ഞാൻ എന്റെ വിഷയത്തിൽ, എന്റെ പ്രൈവറ്റ് വിഷയത്തിൽ, എന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ നിന്നെ മാത്രമേ ഞാൻ എന്നെ ഇടപെടിക്കുകയുള്ളൂ. ഞാൻ ആരും അതിൽ തവസ്സുലാക്കുന്ന പ്രശ്നമില്ല, ഷഫാത്താക്കുന്ന പ്രശ്നമില്ല, ഇടതേടുന്ന പ്രശ്നമില്ല, ഇസ്തിയാനത്തിന്റെ പ്രശ്നമില്ല, ഇസ്തിഗാസന്റെ പ്രശ്നമില്ല. എല്ലാം ഞാൻ നീയുമായിട്ട് മാത്രമേ ഇനി ഇടപാടുള്ളൂ. അഷ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അതല്ലേ ഷഹാദ? അതാരാ ദിക്ർ അൽക്കീലും ബിരിയാണിയിലും ഒതുക്കിയത്? ജൂതന്മാരല്ലേ. ഈ ഷഹാദത്തിന് ദിക്ർ അൽക്കീലും ബിരിയാണിയിലും ഒതുക്കിയത് ആരാണ്? ജൂതന്മാരല്ലേ. എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി, ഷഹാദത്തിനെ പറ്റി ഉമ്മത്ത് കൂടുതൽ പഠിക്കാൻ പാടില്ല. പഠിച്ചിട്ടുമില്ലല്ലോ. ഈ കൂടിയിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, 5-ാമത്തെ വയസ്സിൽ ബാപ്പ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തപ്പോ മൊല്ലാക്ക കാണാതെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കത് തന്നെ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു. പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇന്ന് വരെ ഇത്രയും പ്രായത്തിന്റെ ഇടയിൽ എന്താണ് ഞാൻ മനസ്സിലുറപ്പിച്ചത്? എന്തിന്റെ അർത്ഥം ഞാൻ അറിഞ്ഞത്? എന്താണ് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞത്? ഇന്ന് വരെ ചിന്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? അതേ സന്ദർഭത്തിൽ അതിന്റെ പിറകിൽ തന്നെ നിസ്കാരം പഠിച്ചില്ലേ? 2-ാം ക്ലാസ്സിലെത്തിയപ്പോഴും നിസ്കാരമല്ലേ പഠിച്ചത്? അർത്ഥം പറഞ്ഞ് മനസ്സുറപ്പിച്ച് പഠിപ്പിച്ചില്ലല്ലോ. 3-ാം ക്ലാസ്സിലെത്തിയപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. 4-ാം ക്ലാസ്സിലെത്തിയപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. 5-ാം ക്ലാസ്സിലെത്തിയപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ദർസിൽ പഠിക്കാൻ പോയപ്പോ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ദർസും പഠിച്ചിട്ട് കോളേജിൽ പോയപ്പോ അവിടെയും നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ബാക്കവിയും കാസിമിയും മറ്റൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് ദർസ് തുടങ്ങിയപ്പോഴും നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഈ ഷഹാദത്തോടെ പോയി. എന്തേ ഷഹാദത്ത് ചർച്ച ചെയ്യപ്പെട്ടില്ല? ഇനി നമ്മളെ കാര്യം എടുക്കും, നാട്ടുകാരെ മറ്റന്നൂർക്കാരെ കാര്യം എടുക്കും. നമ്മൾ ആദ്യം കിതാബ് ഓതുന്ന നാട്ടിൽ നിന്ന് മുത്തഫരീദിന്റെ 1-ാമത്തെ പാഠം ബാബുസല, നിസ്കാരത്തിന്റെ അധ്യായം. ഷഹാദത്തിന്റെ അധ്യായം എവിടെ പോയി? 2-ാമത്തെ കിതാബ് നൂറുൽ അബ്സാർ, ഓർമ്മയുണ്ടാവും. പഴയ ആൾക്കാർക്ക്, പുതിയ ആൾക്കാർക്ക് കിട്ടുമെന്ന് അറിയില്ല. നൂറുൽ അബ്സാർ ആദ്യത്തെ പാഠം ബാബുസല, ബാബു ഷഹാദ ഇല്ല. എവിടെ പോയി? 4-ാം ക്ലാസ്സിലെത്തിയാലും അങ്ങനെ തന്നെ. പിന്നെ ഒന്നത് ഒമ്പയാണ്, ഒന്തത്തു സാലിക്ക് യുദ്ധത്തു നാസിക്ക്. ആദ്യത്തെ പാഠം ബാബുസല, നിസ്കാരത്തിന്റെ അധ്യായം. ബാബു ഷഹാദ എവിടെ പോയി? ഇസ്ലാമിന്റെ 5 കാര്യത്തിൽ 1-ാമത്തത് ഷഹാദയല്ലേ കൂട്ടരെ? അതിന്റെ ഷർത്തും ഫർളും പഠിച്ചിട്ട് പോരെ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും? ഈ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നിസ്കാരത്തിന്റെ ഷർത്ത് അറിയാം, നിസ്കാരത്തിന്റെ ഫർള് അറിയാം, നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യം അറിയാം. നോമ്പിന്റെ ഷർത്ത് അറിയാം, നോമ്പിന്റെ ഫർള് അറിയാം, നോമ്പ് ബാത്തിലായി പോകുന്ന കാര്യം അറിയാം. ഹജ്ജും സക്കാത്തും പിന്നെ പണമുള്ളൂ എനിക്ക് മാത്രം മതി, ആ സമയത്ത് പഠിച്ചാൽ മതി. ഇപ്പോഴേ പഠിച്ചിട്ട് മനസ്സിൽ കയറ്റിയൊന്നും ചെയ്യണ്ട. ഹജ്ജിനെ പറ്റിയും സക്കാത്തിനെ പറ്റിയും ഒക്കെ, സക്കാത്ത് കൊടുക്കേണ്ട ആളാവുമ്പോൾ സക്കാത്തിനെ പറ്റി പഠിക്കണം. ഹജ്ജിന് പോകാൻ്റെ പൈസയും തരുന്ന അഥവാ ഹജ്ജിനെ പറ്റി പഠിക്കണം. ആകെ 1 മണിക്കൂറേ വേണ്ടു ഹജ്ജിനെ പറ്റി പഠിക്കാൻ. സക്കാത്തിനെ പറ്റി പഠിക്കാൻ 1/4 മണിക്കൂറേ വേണ്ടു. അതേസമയം നോമ്പ്, സക്കാത്ത്, നിസ്കാരത്തെ പറ്റി നമുക്ക് സാധാരണ, കാരണം എല്ലാവർക്കും നോമ്പ് നിസ്കാരം നിർബന്ധം, നോമ്പ് നിസ്കാരം നിർബന്ധ. എന്നാൽ ഷഹാദത്തിന്റെ ഫർളെന്തേ പഠിക്കാതെ പോയത്? ഷഹാദത്ത് ബാത്തിലേക്ക് പോന്നു. മനസ്സിലാക്കിക്കൊള്ളുക, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലനിന്ന കാലഘട്ടത്തിലെല്ലാം ഇസ്ലാം ബാത്തിലാകാൻ ആദ്യമായിട്ടുണ്ടായത് ഷഹാദത്തിന്റെ മുത്തലാനാണ്, ഷഹാദത്ത് ബാത്തിലാക്കലാണ്.
ഈ കാലഘട്ടത്തിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു വഫാത്തായിട്ട് 2 മാസം കഴിഞ്ഞിട്ടില്ല മുസ്ലിമീങ്ങളിൽ നിന്ന് പലരുടെയും ഷഹാദത്ത് ബാത്തിലാവാൻ. പിന്നെയാണോ 1400 കൊല്ലം കഴിഞ്ഞിട്ടുള്ള നമ്മളെ കഥ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായപ്പോൾ ആദ്യമായി ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചത് ആരോടാണ്? ഹിന്ദുക്കളോടായിരുന്നോ? ജൂതന്മാരോടായിരുന്നോ? ക്രിസ്ത്യാനികളോടായിരുന്നോ? മജൂസികളോടായിരുന്നോ? 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, അഷ്റഫുൽ ഖൽഖോടൊപ്പം ഹജ്ജ് ചെയ്ത മുസ്ലിങ്ങളോടായിരുന്നില്ലേ? എന്തിന്? അവർ ഷഹാദത്തിനെ ബാത്തിലാക്കിയതുകൊണ്ട്. ആരായിരുന്നു മുസൈലിമുത്തുൽ കദ്ദാബ്? മുസൈലിമുത്തുൽ കദ്ദാബ് എന്ന് പഠിച്ചിട്ടല്ലേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് ഇവർ പഠിച്ചു തരൂല, ഷിയാക്കള് പഠിപ്പിച്ചു തരൂല. ഈ ഷഹാദത്ത് ഒളിച്ചതുപോലെ തന്നെ ഷഹാദത്ത് ബാത്തിലായ വിഷയങ്ങൾ ഇവർ ഒളിപ്പിച്ചു വെക്കും, കഥ മാത്രം പറയും. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മുസൈലിമുത്തുൽ കദ്ദാബിനെ എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൊന്നത്? ഒപ്പം 40,000 പേരുണ്ടായിരുന്നു മുസൈലിമുത്തുൽ കദ്ദാബിന്റെ ഒന്നിച്ച്. മുസൈലിമുത്തുൽ കദ്ദാബ് മുസ്ലിം ആയിരുന്നില്ലേ? മുസൈലിമുത്തുൽ കദ്ദാബ് റസൂലുള്ളാഹി തങ്ങളെ കണ്ട ആളായിരുന്നില്ലേ? മുസൈലിമുത്തുൽ കദ്ദാബ് അഷ്റഫുൽ ഖൽഖിനെ ഒന്നിച്ചു കൂടിയ ആളായിരുന്നില്ലേ? അല്ലാഹു റസൂലുമായിട്ട് സംസാരിച്ച ആളായിരുന്നില്ലേ? എന്നിട്ട് മുസൈലിമുത്തുൽ കദ്ദാബിനോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തയ്യാറായത് എന്തുകൊണ്ടാണ്? അവർ മുസ്ലിമീങ്ങളാണ്, അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് വെക്കുന്നവരാണ്, അവർ സക്കാത്ത് ചെയ്യുന്നവരാണ്, അവര് കൃത്യമായി ഹജ്ജ് ചെയ്തവരാണ്. റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്തവർ ആ കൂട്ടത്തിലുണ്ട്. എന്നിട്ടും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നും പറഞ്ഞിട്ട് അവരെ കൊന്നുകളഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ആളാണോ? ഇപ്പോഴത്തെ ഷിയാക്കൾ സലഫികളെ പറ്റി പറയും പോലെ മുസ്ലിമീങ്ങളെ ആരെങ്കിലും കാഫിറാക്കുന്ന ആളാണെന്ന് പറയാൻ ധൈര്യമുണ്ട് നിങ്ങൾക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന ആളെ കാഫിറാക്കിയ ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോമ്പ് വെക്കുന്ന ആളെ കാഫിറാക്കിയ ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോകുന്ന ആളെ കാഫിറാക്കിയതാണ്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനെ അംഗീകരിക്കാൻ പറ്റാത്ത പറയും. നിങ്ങളെ മറ്റേ ഷിയാക്കളെ അനുയായികളാണ്, അതുകൊണ്ട് നിങ്ങൾ പറയും. നിങ്ങൾക്ക് കേരളത്തിൽ പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടുത്തെ ജാറത്തിന്റെ ആൾക്കാരായ ഷീഈ മൊല്ലമാര് മിണ്ടാത്തത്. കേരളത്തിൽ പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ എന്നേ ഇറാൻ ഒന്നിച്ചു കൂടിയെന്നെ, എന്നേ കഅബത്തിലേക്ക് പോകുന്നതിന് പകരം കർബലയിലേക്ക് ഹജ്ജും ഉംറയുമായിട്ട് ഗ്രൂപ്പുമായിട്ട് പോയേനെ. കാലം വിദൂരമല്ല. പുതിയ നൂറ്റാണ്ട് തീരുന്നതിന് മുമ്പ്, 21-ാം നൂറ്റാണ്ട് തീരുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്ന് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കർബലയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി മൊല്ലമാര് സാധാരണക്കാരനെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാലം വിദൂരമല്ല. അള്ളാഹു ആയുസ് നീട്ടിത്തന്നെങ്കിൽ നമുക്കത് കാണാം കേരളത്തിൽ. അതെ, അതാണ് ലക്ഷ്യം ഇറാന്റെ. കഅബാലയത്തെയും മസ്ജിദ് നബവിയെയും തകർക്കുക, എന്നിട്ട് കർബലയിൽ കഅബത്തിന് പകരം ഒരു കഅബ പണിയുക. ആ സമയത്ത് മൗലാനമാരെ എന്ത് കള്ളം പറഞ്ഞാലും അപ്പടി കേൾക്കുന്ന ഒരു അനുയായി വൃത്തമുണ്ട് എന്നുള്ള കാര്യം ലോകത്തിൽ നന്നായിട്ട് അറിയാം. അവസാനം പറഞ്ഞു അള്ളാഹു തന്നെയാണ് ഈ മടവൂർക്കാരൻ എന്ന് പറയുന്നിടത്ത് എത്തിയപ്പോഴും ന്യായീകരിച്ചു കൊടുക്കാൻ മൊല്ലമാരുണ്ടായപ്പോൾ ഏറ്റുപിടിക്കാൻ അനുയായികളാകുന്ന ഒരുതരം മാനസിക രോഗികൾ ഉണ്ടായി എന്നതാണ് ചരിത്രത്തിന്റെ ഭാഗം. ഇതേ അനുയായികൾ തന്നെ നാളെ ഒരു കാലം വഹാബികളെ നാടാണ് മക്കയും മദീനയും, അതുകൊണ്ട് നമ്മളെ നാട് കർബലയിലാണെന്നും പറഞ്ഞ് കൂഫയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പോകുന്ന കാലം വിദൂരമല്ല കൂട്ടരെ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാം പുതിയ നൂറ്റാണ്ട് തീരുന്നതിന് മുമ്പ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് സമൂഹത്തെ കൊന്നുകളഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഷഹാദത്ത് ബാത്തിലാക്കിയതിന്റെ പേരിൽ അല്ലേ? ഏത് ഷഹാദത്താ ബാത്തിലാക്കിയത്? മുസൈലിമുത്തുൽ കദ്ദാബ് 2 ഷഹാദ ഉണ്ടല്ലോ. ഒന്നാമത്തെ ഷഹാദ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കരാർ കൊടുക്കുക. രണ്ടാമത്തെ ഷഹാദ എന്താണ്? അല്ലാഹു തആല ചോദിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് നീ ജീവിക്കൽ എങ്ങനെയാണ്? നിന്റെ സയൻസ് അനുസരിച്ചായിരിക്കും നീ ജീവിക്കുക. അങ്ങനെയും കൂട്ടറുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലക്കാരുണ്ടായില്ലേ? അത് അല്ലാഹു തആല അന്നേ പറഞ്ഞു വെച്ചത് തന്നെയാ. നിന്റെ ഹവ അനുസരിച്ചാണോ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹക്കാണ്, പക്ഷെ മുഹമ്മദ് റസൂൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ സയൻസും കൂടി ഒക്കണം എന്ന് പറയുന്ന മാനസിക രോഗികൾ ഉണ്ടായില്ലേ? ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറല്ലാ ഉണ്ടായില്ലേ? എത്ര കൃത്യമാണ് ചരിത്രത്തിന്റെ പോക്ക്. അല്ലാഹു തആല ചോദിച്ചു, അല്ലാഹു തആല അനുയായികളും അടിമകളോട് ചോദിക്കുന്നത് എന്താണ്? നീ നിന്റെ ഹവ, നിന്റെ താല്പര്യം അനുസരിച്ചാണോ, അതോ നിന്റെ ശേഖന്മാരും നിന്റെ മൗലാനമാരും നിന്റെ ശേഖുനമാരും പറഞ്ഞനുസരിച്ചാണോ? നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പകർത്തി തെളിയിക്കുക? അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്, നീ നിന്റെ ഇഷ്ടപ്രകാരം, നിന്റെ സയൻസ് അനുസരിച്ച്, നിന്റെ ഹവ അനുസരിച്ച്, നിന്റെ മൗലാനും ശൈഖുനും ഇമാമും പറയും പോലെ അല്ല. ഞാൻ നിനക്കൊരു റസൂൽ നേച്ചറല്ല. ഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. അതേപോലെ തന്നെ വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വഇദാ നഹാകും അൻഹു ഫന്തഹു. ഒരു റസൂലിനെ ഞാൻ അയക്കുന്നുണ്ട്, ആ റസൂലിനെ ഇത്തിബായി ചെയ്താലേ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഏറ്റവും അല്ലാഹുവേ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതാണ് രണ്ടാമത്തെ ഷഹാദ വരുന്നത്. ആരാണ് ഇത്? സലാത്ത് അൽക്കയിലും ബിരിയാണിയിൽ ഒതുക്കിയത് ജൂതന്മാരല്ലേ?
ജൂതന്റെ അനുയായികളല്ലേ? ജൂതന്റെ അനുയായികളായ മൗലാനമാരും ശൈഖുനമാരും അല്ലേ? ജാറത്തിന്റെയും തരീഖത്തിന്റെയും ആൾക്കാരല്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഷഹാദത്തിനെ സലാത്ത് അൽക്കയിലും ബിരിയാണിയിലും ഒതുക്കിയിട്ട് പാവപ്പെട്ട സാധാരണക്കാരന്റെ മനസ്സിന്റെ ഉള്ളകത്തേക്ക് ആത്മീയതയുടെ പേരും പറഞ്ഞ് ശൈത്താൻ നാവിലിട്ട് കൊടുക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് മൗലാന ഒതുക്കി നിർത്തിയിട്ട് രാഷ്ട്രീയക്കാരന്റെയും അധികാരി വർഗത്തിന്റെയും ചട്ടുകങ്ങളാക്കി മാറ്റിയത് ഈ സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തെ ആയിരുന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ, മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ, ഇതിൽ മുസൈലിമത്തുൽ കദ്ദാബ് ഏത് ഷഹാദയാണ് ബാത്തിലാക്കിയത്? വല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദ മുസൈലിമത്തുൽ കദ്ദാബ് ബാത്തിലാക്കിയിട്ടില്ല. മുസൈലിമത്തുൽ കദ്ദാബ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ 5 കാര്യങ്ങൾ: ഒന്ന്, ദാത്തുഹു തആല, അല്ലാഹു ഉള്ളവനാണ്. വജൂദുഹു തആല, അല്ലാഹുവിന്റെ ഉണ്മയെ അംഗീകരിച്ച ആളാണ് മുസൈലിമത്തുൽ കദ്ദാബ്. വറുബൂബിയത്തുഹു തആല, അല്ലാഹുവിൻ റബ്ബാണെന്ന് അംഗീകരിച്ച ആളാണ് മുസൈലിമത്തുൽ കദ്ദാബ്. വഉലൂഹിയത്തുഹു തആല, അല്ലാഹു ഇലാഹാണെന്നും അംഗീകരിച്ച ആളാണ് മുസൈലിമത്തുൽ കദ്ദാബ്. വഅസ്മാഉഹു വസിഫാത്തുഹു തആല, അല്ലാഹുവിന്റെ അസ്മാഉം സിഫാത്തും അംഗീകരിച്ച ആളാണ് മുസൈലിമത്തുൽ കദ്ദാബ്. എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് കൊന്നളഞ്ഞത്? രണ്ടാമത്തെ ഷഹാദയിലാണ് വിള്ളൽ വന്നത്. രണ്ടാമത്തെ ഷഹാദയിൽ വിള്ളൽ വരും. രണ്ടാമത്തെ ഷഹാദ ബാത്തിലാവും 5 കാര്യങ്ങളെ കൊണ്ട്. അത് സഹിയാകണമെങ്കിൽ, രണ്ടാമത്തെ ഷഹാദ നിലനിൽക്കണമെങ്കിൽ, ആ കരാറ് വാല്യൂ ആകണമെങ്കിൽ 5 കാര്യങ്ങൾ വേണം. ഒന്ന്, അൽ ഇൽമു ബി മുഹമ്മദിയത്തി, മുഹമ്മദ് മുസ്തഫാന്റെ മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം. ഞാൻ അംഗീകരിച്ച റസൂല് മുഹമ്മദാണ്. അത് അബ്ദുല്ലാന്റെയും ആമിനാന്റെയും മോനാൻ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാൻ, ഖുറൈശി തറവാട്ടിലെ പൊന്തിരിയാൻ, ഇസ്മായിലിന്റെ പാരമ്പര്യത്തിലാണ്, ഇബ്രാഹിമിന്റെ കുടുംബത്തിലാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്നെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ഷഹാദ സഹിയാവുള്ളൂ. എനിക്കും അറിയാം പുള്ളിക്കാരനെ, ഞാൻ കേട്ടിട്ടുണ്ട്, പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് മുഹമ്മദിനെ പറ്റി എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് സഹിയാവില്ല. മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. മുഹമ്മദ്, അതുകൊണ്ട് തന്നെയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പൂർവ്വ സമുദായത്തോട് പറഞ്ഞത്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം. രണ്ടാമത് അബ്ദിയത്ത് അറിഞ്ഞിരിക്കണം. മുഹമ്മദ് മുസ്തഫ അബ്ദു മാത്രമാണ്. മഅബൂദിന്റെ ഒരു അംശം മുഹമ്മദ് മുസ്തഫക്ക് കൊടുത്താൽ ഷഹാദത്ത് സഹിയാവില്ല. എന്റെ പാപങ്ങൾ പുറത്തു തരാൻ മുഹമ്മദ് നബിയും കൂടി വിചാരിക്കണം എന്നൊരുത്തൻ വിശ്വസിച്ചാൽ വല്ലാഹി അവൻ മുർത്തദ്ദാൻ, അവന്റെ ഷഹാദ ബാത്തിലാണ്. മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതുപോലെ അവനെ കൊല്ലണം. മുഹമ്മദ് മുസ്തഫാനെയും കൂടി ഉണ്ടെങ്കിലേ, മുഹമ്മദ് മുസ്തഫ ഇടപെട്ടെങ്കിലേ എന്റെ പാപം അള്ളാഹ് പുറത്തു തരൂ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഷഹാദത്ത് അംഗീകരിക്കുന്നതിനെ ഇടപാടുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് കെട്ടുകെടുത്ത ജൂത പുരോഹിതന്മാർ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടയാളം വിഷയം വന്നപ്പോൾ, കാരണം അള്ളാഹു ചെയ്തില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ അയച്ചില്ലേ, അപ്പൊ ഇടയാളായില്ലേ? മുഹമ്മദ് നബിനെ അയച്ചില്ലേ, അപ്പൊ ഇടയാളായില്ലേ? അള്ളാഹ്ക്ക് നേരിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് മദ്രസിന്റെ പഠിപ്പിച്ചാമായിരുന്നില്ലേ? അതേപോലെ തന്നെ അസ്രായിലിനെ അയച്ചിട്ടില്ലേ? മലക്കിനെ പിടിക്കുന്ന അള്ളാഹ്ക്ക് നേരിട്ട് വന്നിട്ട് അങ്ങ് പിടിച്ചാൽ പോരെ? ഈ ജൂതന്മാരെ നാവിൽ ശൈത്താൻ ഇട്ട് കൊടുക്കുന്ന അപകടകരമായ വാക്കുകൾ ഈ പാവപ്പെട്ട സാധാരണക്കാരൻ അങ്ങനെ തന്നെ ചിന്താവാകും. ഇതല്ലേ സമൂഹത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ത് വ്യാഖ്യാനിച്ചാലും, അപകടകരമായ ജൂതന്റെ വ്യാഖ്യാനം എന്തു തന്നെ ആയാലും, മദീനത്തൊരാൾ സിയാറത്തിന് പോയി, മദീന മുനവ്വറ മസ്ജിദുൻ നബവി സിയാറത്തിന് പോയി അത് താമസിക്കുന്ന റൂമിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദുൻ നബവിയിലേക്ക് വരികയാണ്. ആ സമയത്ത് അയാളുടെ മനസ്സിൽ തോന്നുകയാണ്, അഷ്റഫുൽ ഖൽഖിന്റെ ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിച്ചാൽ അതിന്റെ ഒരു പ്രത്യേക കൂലി കിട്ടും, അതുകൊണ്ട് നേരത്തെ പോകാം. അങ്ങനെ 10 മണിക്ക് ഉദുണ്ടാക്കി ഇറങ്ങി ഖബർ ഷരീഫിന്റെ ആ ഒരു ഭാഗത്ത് പോയി നിന്നിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്, ഞാൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് നിന്നാണ് നിസ്കരിക്കുന്നത്, അതുകൊണ്ട് എന്റെ നിസ്കാരം വല്ലാഹി ഇവൻ മുശ്രിക്കാൻ, സുമ്മ വല്ലാഹി അവൻ മുശ്രിക്കാൻ. കാരണം അഷ്റഫുൽ ഖൽഖിന്റെ അബ്ദിയത്തിനെ നിഷേധിച്ചവനാണ്. കാരണം അഷ്റഫുൽ ഖൽഖിന്റെ അബ്ദിയത്ത് അംഗീകരിച്ചു കൊടുക്കാതെ രണ്ടാമത്തെ ഷഹാദ സഹിയാവൂല. അബ്ദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 100% 24 കാരറ്റ് അടിമയാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നമ്മളെ ഷഹാദത്തിൽ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റിസാലത്ത് അംഗീകരിക്കുന്ന എപ്പോഴാണ്? അബ്ദിയത്ത് അംഗീകരിച്ചതിന് ശേഷമാണ്. അപ്പൊ അശ്ഹദു അന്ന മുഹമ്മദൻ, മുഹമ്മദിയത്ത് അംഗീകരിക്കലായി. അബ്ദുഹു അബ്ദിയത്ത് അംഗീകരിക്കലായി. അപ്പൊ അബ്ദിയത്ത് 100%. ഞാൻ ഒരു കാര്യത്തിലും, എന്റെ ഒരു വിഷയത്തിലും, അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞാൻ മുഹമ്മദ് നബിനെ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. കാരണം ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ, എന്റെ അള്ളാന്റെ ഇടയിൽ ഒന്നിനെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാകുന്നില്ല. എങ്ങനെയാണ് ഞാൻ ഇടപെടിപ്പിക്കുക? മുഹമ്മദ് മുസ്തഫാന്റെ അധ്യാപനം അനുസരിച്ച്. മുഹമ്മദ് മുസ്തഫ റിസാലത്തനുസരിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു വഹ്യ് കൊടുത്തത് മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ.
മുഹമ്മദ് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുന്ന ആളല്ല, വഹി കൊണ്ടല്ലാതെ വഹി അനുസരിച്ച് മാത്രമേ ഞാൻ അമൽ ചെയ്യുള്ളൂ. പൂർണ്ണമായി അബദിയത്ത് വകവെച്ചു കൊടുക്കണം. മൂന്നാമത്തത് റിസാലത്ത് വകവെച്ചു കൊടുക്കണം. മുഹമ്മദ് റസൂല അല്ല, മൂന്നാമത്തത് നുബുവത്ത് വകവെച്ചു കൊടുക്കണം. എന്താണ് നുബുവത്ത്, എന്താണ് റിസാലത്ത്? അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയം പെട്ടെന്ന് പോകും, പെട്ടെന്ന് നിർത്താം. നുബുവത്ത് അംഗീകരിച്ചു കൊടുക്കണം, നബിയുഹു. പിന്നെ റിസാലത്ത് അംഗീകരിച്ചു കൊടുക്കണം, റസൂലുഹു. പിന്നെ ശരീഅത്ത് അംഗീകരിച്ചു കൊടുക്കണം. 5 കാര്യങ്ങൾ അംഗീകരിച്ചാലേ രണ്ടാമത്തെ ഷഹാദത്ത് സഹിയാവുള്ളൂ. മുഹമ്മദിയത്ത് അംഗീകരിക്കണം, അബ്ദിയത്ത് അംഗീകരിക്കണം, നുബുവത്ത് അംഗീകരിക്കണം, റിസാലത്ത് അംഗീകരിക്കണം, ശരീഅത്ത് അംഗീകരിക്കണം. ഇത് 5ഉം റിസാലത്തുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഷഹാദയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലാണ് മുസൈലിമത്തുൽ കദ്ദാബ് കുഴപ്പം കാണിച്ചത്. ഈ 5 കാര്യത്തിൽ 4ഉം അംഗീകരിക്കുന്നുണ്ട്. ഒരു വിഷയത്തിൽ മാത്രം മുസൈലിമത്തുൽ കദ്ദാബ് കുഴപ്പം കാണിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഷഹാദ ബാത്തിലാണ് എന്ന് ഉമർ അബൂ സിദ്ദീഖ് അള്ളാഹു വിധിച്ചു. അതായത് മുഹമ്മദിയത്ത് അംഗീകരിക്കാൻ മുസൈലിമത്തുൽ കദ്ദാബ് തയ്യാറാണ്, അബ്ദിയത്ത് അംഗീകരിക്കാനും മുസൈലിമത്തുൽ കദ്ദാബ് തയ്യാറാണ്. അതേ അവസരത്തിൽ റിസാലത്ത് അംഗീകരിക്കാനും തയ്യാറാണ്, ശരീഅത്ത് അംഗീകരിക്കാനും തയ്യാറാണ്. നുബുവത്തുഹു എന്ന വ്യവസ്ഥ പാലിക്കാൻ മുസൈലിമത്തുൽ കദ്ദാബ് തയ്യാറായില്ല. മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞു, മുഹമ്മദിന് ശേഷം നബി വരാം, ആ നബി ഞാനാണ്. അതോടുകൂടി രണ്ടാമത്തെ ഷഹാദ ബാത്തിലായി, ഓട്ടോമാറ്റിക്കലി ഒന്നാമത്തെ ഷഹാദയും ബാത്തിലായി. അതുകൊണ്ടല്ല അബൂ സിദ്ദീഖ് അള്ളാഹു അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. ഇനി ഞാൻ കുറെ ഇങ്ങോട്ട് വാ. ഖാദിയാനിയെ കാഫിറാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഖാദിയാനിനെ വിവാഹം കഴിക്കാറില്ലല്ലോ, ഖാദിയാനിയെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റില്ല, പോയില്ലല്ലോ നമ്മളാരും. ആരും പോകുന്നുണ്ടോ? ഇവിടുത്തെ ഷിയാക്കളെക്കാൾ അപകടകാരിയാണോ ഖാദിയാനികൾ? ഈ ജാറത്തിന്റെ ആൾക്കാരെക്കാൾ അപകടകാരികളാണോ ഖാദിയാനികൾ? എന്താണ് ഖാദിയാനിക്ക് വന്ന കുഴപ്പം? അവർ രണ്ടാമത്തെ ഷഹാദനെ ബാത്തിലാക്കി, മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ. ഒന്നാമത്തെ ഷഹാദയിൽ ഒരു കുഴപ്പമില്ല. അവരെ അള്ളാഹുവിന്റെ വുജൂദിന് എന്താണ് അവർക്ക് കുഴപ്പം? അള്ളാഹുവിന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിന്റെ അസ്മാ സിഫത്ത് അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എന്തിനാണ് ലോക ഉലമാക്കൾ വർത്തമാന കാലഘട്ടത്തിന് തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടിൽ ഈ ഖാദിയാനി, ഇന്ത്യക്കാരനായ ഖാദിയാനിയെ കാഫിർ എന്ന് പറഞ്ഞ് വിട്ടത്? കൊല്ലാൻ അധികാരമില്ലാത്തതുകൊണ്ട് കൊന്നില്ല, അവൻ കാഫിറാക്കി എന്തുകൊണ്ടാണ്? മുസ്ലിമുത്തുൽ കദ്ദാബിന്റെ അതേ ചരിത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ അയാൾ ബാത്തിലാക്കിയിട്ടില്ല. രണ്ടാമത്തെ ഷഹാദയിലെ മൂന്നാമത്തെ കാര്യമായ നുബുവത്തിൽ അയാൾ സംശയം പ്രകടിപ്പിച്ചു. അതേ കാര്യം തന്നെ മുസ്ലിമുത്തുൽ കദ്ദാബും ചെയ്തത്. ഇവരെല്ലാം 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവരല്ലേ, ഇവരെങ്ങനെ കാഫിറാക്കിയത്? ഒരു നോമ്പ് വെക്കുന്നവരല്ലേ, അവരെങ്ങനെ കാഫിറാക്കിയത്? നിസ്കരിക്കുന്ന ആളെയും നോമ്പ് വെക്കുന്ന ആളെയും നിസ്കാരത്താകുമ്പോൾ ആളെയും അതേപോലെ തന്നെ കമീസ് ഇടുന്ന ആളെയും ഒന്നും പറയാൻ പാടില്ല. അത് ഹിന്ദുക്കളെയോ കുഞ്ഞിരാമനെയോ വർഗീസിനെയോ പറഞ്ഞാൽ മതി. അതാണ് ദൈവത്തെന്നല്ല കള്ളത്തരം. ആര് പഠിപ്പിച്ചതാണ്? ഇല്ല. പാരമ്പര്യ മുസ്ലിമീങ്ങൾക്കിടയിലാണ് റിസാലത്തിന്റെ ദഅവത്തുള്ളത്. നൂഹ് നബി തൊട്ട് ഇങ്ങോട്ട് അഷ്റഫുൽ ഖൽഖ് വരെയും 313 മുർസലുകൾ വന്നത് പാരമ്പര്യ മുസ്ലിമീങ്ങളെ ഒറിജിനൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാണ്. ആധുനികന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഷിഈയത്തിൽ നിന്ന് സലഫിയത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഷിഈയത്തിന്റെ കേന്ദ്രമായിരുന്നു, ഓഫീസായിരുന്നു, അഥവാ ആധുനിക ലോകത്തെ സുന്നി സെന്റർ ആയിരുന്നു ദാറുൻ നദ്വ. അവിടെയാണ് അബൂ താലിബിന്റെ നേതൃത്വത്തിൽ ഈ മൗലാനമാരെ യോഗം കൂടാറ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഉലമാക്കൾക്ക് ഇതൊന്നും തിരിഞ്ഞില്ല, ഉലമാക്കൾക്ക് ഇതൊന്നും മനസ്സിലായില്ല? ഇവരൊക്കെ 10 കൊല്ലം കിതാബ് ഓതിയവരും 15 കൊല്ലം കിതാബ് ഓതിയവരും നാട്ടിലെ കാളിയാറായിട്ട് നിന്നവരും 25 കൊല്ലം ദർസ് നടത്തിയവരും അല്ലേ? ഇന്നലെ വരെ ഏറാപാറ നടന്ന പിള്ളേർക്കാണോ തൗഹീദ് മനസ്സിലായതെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അതെ, ആ പിള്ളേർക്ക് തന്നെയാ തൗഹീദ് മനസ്സിലായത്. നിങ്ങളെ ഷെയ്ഖായ അബൂ താലിബിന് മരിക്കുന്നവരെ മനസ്സിലായില്ല. ഞങ്ങളെ ഷെയ്ഖായ ഖത്താബിന്റെ മകൻ ഉമറിന് മനസ്സിലായപ്പോൾ എല്ലാം ക്ലിയറായി. അതുകൊണ്ട് സലഫികൾ അഭിമാനത്തോടെ പറയും, ഞങ്ങൾ ഉമർ ഫാറൂഖിന്റെ ആളാണ്, നിങ്ങൾ അബൂ താലിബിന്റെ ആളാണ്. ഇവിടുത്തെ മൗലാനമാര്, ഷെയ്ഖുനമാര്, ഖത്തീവുമാര്, മുദരിസുമാര്, ഉസ്താദുമാര്, അതേപോലുള്ളവരെല്ലാം അബൂ താലിബിന്റെ വാത്തിയാണ്. കാരണം അഷ്റഫുൽ ഖൽഖിന്റെ ഗുരുകുലത്തിൽ നിന്ന് 8 കൊല്ലം കിതാബ് ഓതി പഠിച്ചാലാണ് അബൂ താലിബ്. അബൂ താലിബിനെ തുല്യമായ ആലിമിനെ നിങ്ങൾക്ക് ഇന്ന് ലോകത്ത് കാണിച്ചു തരാൻ കഴിയില്ല. അബൂ താലിബ് എല്ലാ വിഷയത്തിലും അത്രമാത്രം അങ്ങേയറ്റത്തെ ഇതുള്ള പാരമ്പര്യമുള്ള ആളാണ്. അബൂ താലിബിന്റെ ഇൽമ് ചില്ലറയല്ല. അബൂ താലിബ് തന്നെ അത് വളരെ കൃത്യമായിട്ട് അഷ്റഫുൽ ഖൽഖിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓ മോനെ, നീ എനിക്ക് നിന്റെ ദീൻ മനസ്സിലാക്കി തരുന്നുണ്ട്. മോനെ, നീ നിന്റെ ദീനുൽ ഇസ്ലാം എന്താണെന്ന് എനിക്ക് നീ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് ഇൽമ കിട്ടിയിട്ടുണ്ട്. മിൻ ഖൈരി അദിയാനിൽ ബദിയത്തി ദീന, ഇന്ത്യ ലോകത്ത് നിലവിലുള്ള ദീൻ, ആ ദീനിന് കടപിടിക്കാൻ നിന്റെ ദീൻ സാധിക്കുക. ആ ദീനുകൾക്ക് നിന്റെ ദീനോട് കടപിടിക്കാൻ കഴിയില്ല മോനെ. ആ ഇൽമ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അബൂ താലിബ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതല്ലേ? അബൂ താലിബിനേക്കാൾ വലിയ ആലിമാരാ ഇന്ന് ലോകത്തുള്ളത് ഏത് കാളിയാരാണ്, ഏത് ശേഖുനയുള്ളത്? എത്ര കൊല്ലം കിതാബ് ഓതിയാലാണ് അബൂ താലിബിന്റെ ഇൽമ കിട്ടുക? അഷ്റഫുൽ ഖൽഖിന്റെ തിരുനാവിൽ നിന്ന് നുബുവത്തിന്റെ ഇൽമ കിട്ടിയാൾ അബൂ താലിബ്. 8 കൊല്ലം അഷ്റഫുൽ ഖൽഖിക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തത്. 8ാമത്തെ കൊല്ലമാണ് അഷ്റഫുൽ ഖൽഖിന്റെ മുത്താപ്പ അബൂ താലിബ് മരിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് അബൂ താലിബിനോട്. ആ അബൂ താലിബ് പറഞ്ഞത് എന്താണ്? ഇന്നത്തെ ഈ മൗലാനമാര് പറയുന്ന അതേ വാക്ക്.
ഈ ശൈഖുനമാര് പറയുന്ന അതേ വാക്ക് എന്താ പറഞ്ഞത്? ലൗലൽ ഹദാറു ലൗലൽ ഹദാറു ലൗലൽ ഹദാ ലൗലൽ മസബത്തു വൽ ഹദാറു മസബ്ബത്തി. ഓ മോനെ, ഈ ഖൗം എന്നെ ചീത്ത പറയും നിന്നെ പറയും പോലെ, ഈ ഖൗം എന്നെ ഒറ്റപ്പെടുത്തും നിന്നെ ഒറ്റപ്പെടുത്തും പോലെ, നിന്നെ പിരാന്തൻ എന്ന് പറയും പോലെ ഇനി ഇവര് പിരാന്തൻ എന്ന് പറയും. ഞാൻ ഇവിടുത്തെ മുത്തവല്ലിയ, ഞാൻ കഅബാലയത്തിന്റെ മുത്തവല്ലിയ, ഞാൻ മാനേജിംഗ് ട്രസ്റ്റിയാണ് മസ്ജിദുൽ ഹറാമിന്റെ, ഞാൻ ഈ സമൂഹത്തെ നയിക്കുന്ന നേതാവാണ്, ഖുറൈശി കുലത്തിന്റെ നേതാവ് ഞാനാണ്. നിന്നെ ഈ ഖൗമി ഈ ഇസ്ലാം പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെയാ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. മോനെ, ഈ വയസ്സുകാലത്ത് എനിക്കതൊന്നും താങ്ങാൻ കഴിയില്ല. ലൗലൽ മലാമത്തു വൽ ഹദാറു മസബ്ബത്തി. ഈ ആക്ഷേപിച്ച് പറയുന്ന, കുറ്റം പറയുന്ന, ഈ തോന്നിയവാസം പറയുന്ന വാക്കൊന്നും എനിക്ക് കേൾക്കാൻ കഴിയില്ല. അവർ തന്നെ ഒരു പൊളിച്ച തെറി പറയുന്നുണ്ട്, ആ തെറിയോ എനിക്ക് കേൾക്കാൻ കഴിയില്ല. അല്ലായിരുന്നുവെങ്കിൽ പൊന്നുമോനെ, ഞാൻ വളരെ ശക്തിയായി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമായിരുന്നു. എന്താ കാരണം പറഞ്ഞത്? പൂർവികന്മാരായ ദീൻ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് കാരണം പറഞ്ഞത് അബൂ താലിബ്. ഉപ്പാപ്പമാരെ പഠിപ്പിച്ചെന്ന ദീൻ ഇങ്ങനെയാണെന്നാണോ അബൂ താലിബ് കാരണം പറഞ്ഞത്? നിന്റെ ദീൻ ഹക്കാണ്, പക്ഷെ അത് ഞാൻ അംഗീകരിച്ചു. അതന്നെ ഇന്നും ഷിയാക്കൾ പറയുന്ന മഹാഭൂരിപക്ഷം കേട്ടിട്ട് ചെറുപ്പക്കാരൻ സെലഫിയത്തുമായി ബന്ധപ്പെടുമ്പോൾ അവന്റെ മനസ്സിലുള്ള പേടി, ഇവിടുത്തെ ഭൂരിപക്ഷം എന്നെ ഒറ്റപ്പെടുത്തി കളയുമോ, അത് തന്നെയായിരുന്നു അന്ന് അബൂ താലിബിനുണ്ടായ പേടി. ഖത്താബിന്റെ മകൻ ഉമറും അതേപോലെ പേടിച്ചു. പക്ഷെ ഖത്താബിന്റെ മകൻ ഉമർ പേടിച്ചിട്ട് നിൽക്കാൻ തയ്യാറായില്ല. ബെരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് മനസ്സിലാക്കി സലഫിയത്ത് അംഗീകരിച്ചു. അതുകൊണ്ട് എന്തായി? അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. ഇവർ നാല് സ്വർഗത്തില്, അബൂ താലിബ് നരകത്തില്. അബൂ താലിബ് നരകത്തില്. അള്ളാന്റെ റസൂല് പറഞ്ഞത് ഒറ്റൊരാൾക്കാണ് 0 പോയിന്റിലുള്ള ശിക്ഷ നരകത്തിൽ. ലഹു ജംറത്താനി മിന്നാർ. തീ കൊണ്ടുള്ള 2 ഷൂ ധരിപ്പിക്കും. ആ ഷൂ ധരിപ്പിക്കുമ്പോൾ തന്നെ തലച്ചോറ് വരെ ഒഴുകാൻ തുടങ്ങും. അത് കാലാകാലം തുടരും. അത് അബൂ താലിബിന്റെ ശിക്ഷയാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലേ, രക്ഷപ്പെടാൻ കഴിഞ്ഞോ? ഇൽമുള്ളതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? പള്ളിയിലെ ഖാളി ആയതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? മസ്ജിദുൽ ഹറാമിന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? കഅബാലയത്തിലെ മുത്തവല്ലി ആയതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? കൂട്ടരെ? അതേ അവസരത്തിൽ ഖത്താബിന്റെ മകൻ ഉമർ ഇത് ആരുമല്ല, അഷ്റഫുൽ ഖൽഖിന്റെ ഗുരുകുലത്തിൽ ഇരുന്നിട്ട് ഒരു ദിവസം പോലും പാടിക്കുമെന്ന് ഇസ്ലാമിനെ കേൾക്കാൻ തയ്യാറായിട്ടില്ല ഖത്താബിന്റെ മകൻ ഉമർ. ഒരു ദിവസം പോലും. ഇതിൽ അവസാനം ഒരു അള്ളാഹു താല വഴി തുറക്കാൻ നേരത്താണ് ഒളിഞ്ഞിരുന്നിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ ഖുർആനോത്ത് കേട്ടത് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ. അതോടുകൂടി ഉമർ അള്ളാഹു താലാന്റെ കാര്യം ബോധ്യപ്പെട്ടു. സംഭവിച്ചതോ അള്ളാഹു മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, എന്നോട്, ഈ ഇരിക്കുന്നവരോട്, ലോകത്തോട്, മട്ടന്നൂർക്കാരോട്, ഖാദിമാരോട്, മുദരിസുമാരോട്, പള്ളി ഭാരവാഹികളോട്, ജമാഅത്ത് കമ്മിറ്റിയോട് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ പറച്ചൽ ചർച്ച ചെയ്യപ്പെടുമെന്ന യഖീനോടെ പറയുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ മുദരിസുകളോട്, ഖത്തീമാരോട്, ഖാദിമാരോട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഷഹാദത്ത് സെർച്ച് ചെയ്തുകൊള്ളുക. ഇല്ലെങ്കിൽ സംഗതി അപകടമാണ്. വരാനിരിക്കുന്ന മുസീബത്ത് ചില്ലറയായിരിക്കുകയില്ല. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, സഹോദരിമാരെ, മാഷാ അല്ലാഹ് 2 ആഴ്ച അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് നിങ്ങളുടെ മുമ്പിൽ നാളെ ആഖിറത്തിൽ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമിക്ക് പറയാനുള്ളത് ഭൂമി പറയുന്ന ദിവസം. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, മാ അഖ്ബാറുഹ യാ റസൂലല്ലാഹ്, എന്താണ് ഈ ഭൂമിക്ക് പറയാനുള്ളത്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ഭൂമിന്റെ പുറന്തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന ഒരാണോ പെണ്ണോ അവർ പറഞ്ഞത്, അവർ ചെയ്തത് ഭൂമിയിലെ മുഴുവൻ വസ്തുക്കളും സാക്ഷിയാ. അള്ളാഹു ആ സാക്ഷികളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇവിടുത്തെ വണ്ടി, ജന്തു, ജീവി, പക്ഷി, പർവ്വജാതികളോട്, ഇവിടുത്തെ ഈച്ച, പാറ്റ മുതലായവരോട്, ഇവിടുത്തെ സസ്യലതാദികളോട്. ഈ കാണുന്ന മിമ്പറും മെഹ്റാബും നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടും. അവർക്ക് പറയാനുള്ളത് അള്ളാഹു പറയിപ്പിക്കും. ആദിഹി അഖ്ബാറുഹ, ഇതാണ് ഭൂമിക്ക് പറയാനുള്ളത് എന്ന് റസൂലുള്ളാഹി ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, ഈ 2 ആഴ്ച നിങ്ങൾക്ക് ഞാനൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഷഹാദത്ത് സഹിയാക്കിക്കൊള്ളുക. ഈ മിമ്പർ സാക്ഷിയാണ്, മെഹ്റാബ് സാക്ഷിയാണ്. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ദർബാറിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാനും ഹാജരാക്കപ്പെടും, നിങ്ങളും ഹാജരാക്കപ്പെടും, ഈ കാണുന്ന വസ്തുവകകൾ മുഴുവനും ഹാജരാക്കപ്പെടും.
ബാക്കി അവിടെ വെച്ച് ചർച്ച ചെയ്യാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഷഹാദ സഹിയാക്കി തരട്ടെ. മരിക്കുന്നതിനൊരു ദിവസം മുമ്പെങ്കിലും നല്ല പ്യൂർ ഷഹാദ അള്ളാഹു അള്ളാഹിനെ നാളെ കണ്ടുമുട്ടുന്ന സമയത്ത് ആ ഷഹാദ അള്ളാഹിന്റെ മുമ്പിൽ ഹാജരാക്കി അവന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന ചെറിയ ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തോടൊപ്പം ചേരാൻ എന്താണോ വേണ്ടത് അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നസീബാക്കി തരട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ وقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه عشرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارضنا شفيع الخلفاء، اللهم اغفر للمؤمنين والمؤمنات، اللهم ارضنا شفيع خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمجاهدين في سبيلك صادرين واردين في بيتك وبحرك وجوك أجمعين يا رب العالمين. اللهم أعزنا وأعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين. اللهم ذل الشرك والمشركين. اللهم ذل الكفر والكافرين. اللهم ذل الإلحاد والملحدين. اللهم شتت شملهم وفرق جمعهم وقل عددهم وخالف بين كلماتهم. اللهم زلزل أقدامهم يا رب العالمين. اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بعزتك وقدرتك يا رب العالمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.